ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡിന്നർ വ്ളോഗാണ്. നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് ടീമു പ്രോഡക്റ്റ്സ് വന്നിട്ടുണ്ട്. ടീമു പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഹോൾ വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിന്നറിലോട്ട് കിടക്കാൻ. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പാക്കേജാണ് ടീമുവിൻ്റെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലാകെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ എന്തായാലും ഓർഡർ ചെയ്തിട്ടുള്ളൂ. വിക്കിക്കുട്ടനും ഉണ്ട് എൻ്റെ കൂടെ. ഇവിടെ ക്യാമറയിൽ സ്ഥലമില്ല. ഇതിപ്പം ടീം ഇപ്പം നമ്മുടെ US വന്നിട്ട് ഒരുപാട് സമയമായിട്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇത് കാണുന്നില്ല അല്ലേ, അത് കാണുന്നില്ല, കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ എടുത്ത് നമുക്ക് കാണിച്ചില്ല. ഇത് നമ്മുടെ ഫസ്റ്റ് ഷവർ കേട്ടനാണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നാട്ടിലൊക്കെ നാട്ടിലൊക്കെ ഇപ്പോൾ ടീമു വന്നിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ ഇപ്പം ഭയങ്കരമായിട്ട് പെട്ടെന്ന് വന്ന ഉടനെ തന്നെ ഫേമസ് ആയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറവാണ്. ഇവിടുത്തെ മറ്റേ ആമസോണും അതുപോലെ വേറെ വോൾമാർട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ടീമുവിൽ ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷേ നല്ല പ്രോഡക്റ്റ് ആട്ടോ. ഒരുപാട് മോശം പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾക്ക് റേറ്റ് കുറവാകുമ്പോൾ എല്ലാവരും വിചാരിക്കും കുറച്ച് അങ്ങനെ എന്താ പറയുന്നത്, അത്ര ഒരു ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ ആയിരിക്കും കിട്ടാമെന്ന് വിചാരിക്കും. പക്ഷെ അല്ല, നല്ല പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഞങ്ങൾ ഇതുവരെ വാങ്ങിയതൊക്കെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതെ, നല്ല ഇത് കാണുന്നുണ്ടോ ലൈറ്റ് കാരണം. ഇത് നമുക്കതിൻ്റെ ഹുക്സാണ്. പിന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വെള്ളം നമ്മൾ എന്താ പറയുന്നത് ഊറ്റിക്കളയില്ലേ. അപ്പം ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴുകിയതിന് ശേഷം അല്ലെങ്കിൽ തിളച്ചതിന് ശേഷമൊക്കെ ഇപ്പോൾ നമ്മൾ പാസ്തയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെള്ളം ഊറ്റി കളയുന്ന സമയത്ത് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കളയുമ്പോൾ എല്ലാ സാധനങ്ങളും താഴെ വീണ് പോകാറുണ്ട്. പക്ഷേ ഇതിങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇങ്ങനെ നമ്മുടെ ആ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ ഊറ്റി കളയുമ്പോൾ ഇതെല്ലാം ഇവിടെ നിൽക്കുന്നതാണ് പറയണത്. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. പക്ഷേ ഇത് നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമായിട്ട് തോന്നിയിട്ട് അതുകൊണ്ടാണ് ഇതടുത്തത്. ഇത് ജാനൂട്ടിൻ്റെ ജാനൂട്ടിക്ക് ഒരു സ്ലീപ്പിംഗ് ബാഗ് വാങ്ങിച്ചാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫുൾ കവറായിട്ടായിരിക്കും ഇതിൻ്റെ. പുതപ്പിൻ്റെ ആവശ്യമില്ല. രാത്രി കിടക്കുന്ന സമയത്ത് പുതപ്പ് എങ്ങാനും നമ്മുടെ അറിയാതെ പോയി കഴിഞ്ഞാലും ഇതിനകത്ത് നല്ല കംഫി ആയിട്ട് കിടക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഡ്രസ്സായിട്ടൊക്കെ എനിക്ക് ടോപ്പായിട്ടൊക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ എന്ന് വെച്ചാൽ പുതപ്പ് പോലെ ഇതുപോലെയാണ്. ചാക്ക് അല്ലെങ്കിൽ കവർ സെഞ്ചിയൊക്കെ പോലെ ഇതിനകത്ത് ഒന്നുമില്ല. എന്നുവെച്ചാൽ ഗ്യാപ്പില്ല, ഓട്ടയില്ല. അതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റില്ല. ജാനൂട്ടി വലുതായി കഴിയുമ്പോൾ വേണമെങ്കിൽ എനിക്കിത് കട്ട് ചെയ്ത് ടോപ്പാക്കാം എന്ന് തോന്നുന്നു. കാരണം അത്രയും സൈസ് ഉണ്ട് കേട്ടോ. എൻ്റെ സൈസിനൊക്കെ കറക്റ്റാണ്. അത് സ്ലീപ്പിംഗ് ബാഗ്. അടുത്തത് ജാനൂട്ടി ലെഗിൻസ് പോലത്തെ കേട്ടോ, ഫുള്ളായിട്ടിങ്ങനെ ഇടുന്ന നല്ല രസമുണ്ട് അതിങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അത് വാങ്ങിച്ചതാണ്. ഇതുപോലെ 3 കളറുണ്ട്, ബ്ലാക്കും വൈറ്റും ഇങ്ങനത്തെ. പിന്നെ അടുത്തത് നമ്മുടെ മിക്സ് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഹാൻഡ് ഹെൽഡ് മിക്സറാണ്. ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ തിരിപ്പിക്കല്. ഇതാകുമ്പോൾ നമുക്ക് കൈ ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇത് ഞാൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിക്കണതാണ്. പിന്നെ ഇതും ജാനൂട്ടിയുടെ ഒരു ഡ്രസ്സാണ്. ജാനൂട്ടിക്ക് ഈ മഞ്ഞ കളർ അധികം ഇല്ല. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് ഇതെന്താ അറിയോ, ജാനൂട്ടിക്ക് കോൾഡ് 2 മാസത്തിന് ശേഷം മുതൽ കോൾഡ് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോൾഡ് വരും. അപ്പോൾ മൂക്കിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് മൂക്ക് ചീറ്റാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ മൂക്കിൽ നിന്നുള്ള എല്ലാ അഴുക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം, ബൾബ് സിറിഞ്ച് പോലത്തെ ഒരു സംഭവമാണ്. അതിങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിവിടെ ഉണ്ടായിരുന്നല്ലോ, അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പം ഒത്തിരി നാളായി അതിങ്ങനെ വരുന്നില്ല. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ തന്നെ അമർന്ന പോലെ തന്നെ ഇരിക്കാം. അപ്പോൾ ജാനൂട്ടി ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുക. നമ്മൾ മൂക്കിൽ നിന്ന് എടുക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരെണ്ണം വാങ്ങിച്ചതാണ്. അടുത്തത് ജാനൂട്ടിൻ്റെ ആണ് ഇപ്പോൾ കൂടുതൽ. കാരണം ജാനൂട്ടിക്ക് ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ ജാനൂട്ടിക്ക് മാത്രമാണ് ഒന്നും എടുക്കാതിരുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും, എനിക്കും ഏട്ടനും വിക്കിക്കൊക്കെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജാനൂട്ടിക്ക് പിന്നെ അതാ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം എല്ലാം ആവശ്യമുള്ള അതനുസരിച്ചിട്ട്, എന്ന് വെച്ചാൽ ആവശ്യമുള്ള ആ ഒരു ടൈം വരുന്നതിനനുസരിച്ചിട്ട് എല്ലാം എടുക്കാമെന്ന് പറഞ്ഞിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജാനൂട്ടിയുടെ ഇപ്പം ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടോ. ഞാൻ അതിൻ്റെ വ്ളോഗ് ഇടാം. നമ്മുടെ ചോറൂണിൻ്റെയും ഒക്കെ വരുന്നുണ്ട് വ്ളോഗ്സൊക്കെ. അപ്പോൾ ഇതിപ്പം ഹോൾ വീഡിയോ ആദ്യം ചെയ്തതിന് ശേഷം അത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പക്ഷേ ആ ഒരു കുഞ്ഞ് ബിബ് ഇടുന്ന സമയത്ത് എന്താ വെച്ചാൽ കയ്യിലും കാലിലും ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ കവർ ചെയ്യാൻ പറ്റും കേട്ടോ. അത് എന്താ പറയുന്നത്, കൈ ഫുൾ കവർ ചെയ്യും. അതുമാത്രമല്ല നമ്മുടെ ഈ ഹൈ ചെയർ ഉണ്ടല്ലോ, ഹൈ ചെയറിലും ഫുൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ താഴത്തു കൂടെ ഇടുന്നത്. അപ്പോൾ പിന്നെ എവിടെ ആവില്ല. ഇവിടെ ആണെങ്കിൽ ഇപ്പം ക്ലീൻ ചെയ്ത് ചെയർ അടക്കം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥ. ഭയങ്കര ഇതായിട്ടാണ് ജാനൂട്ടി കഴിക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം വാങ്ങിച്ചിട്ട്
അടുത്ത സംഭവം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഓപ്പൺ ചെയ്യാനുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതേ ഈ ഒരു കുഞ്ഞ് സൈസ് മുതൽ ഇത്രയും വലിയ ബോട്ടിൽസ് വരെ നമുക്കിങ്ങനെ തുറക്കാമെന്ന് പറയുമ്പം ഇതിങ്ങനെ വെച്ചിട്ട് തിരിക്കാം. നമ്മൾ കൈ കൊണ്ട് തിരിക്കുന്നതിന് പകരം ഇതുകൊണ്ട് തിരിക്കാം. ഇതിപ്പം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ എല്ലാം കൂടുതൽ ഈ ക്യാൻ ഐറ്റംസൊക്കെ ആയിരിക്കുമല്ലോ, എന്ന് വെച്ചാൽ ഇങ്ങനെ ബോട്ടിൽ തുറക്കേണ്ട സംഭവങ്ങൾ. അപ്പോൾ ചില സമയത്ത് അത് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും, നമുക്ക് കൈ കൊണ്ട് തുറന്നു കഴിഞ്ഞാലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇത് വാങ്ങിച്ചതാണ്. ഇത് നോക്കട്ടെ എത്രത്തോളം യൂസ് ആവുമെന്ന് അറിയില്ല, ഞാനത് യൂസ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫിങ് സംഭവമാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാനുട്ടി ഇപ്പം പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ എണീറ്റ് നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഔട്ട്ലെറ്റൊക്കെ ഉണ്ടല്ലോ കൂടുതലും എല്ലാം താഴെയാണ്, ഏകദേശം കുട്ടികൾക്കൊക്കെ എത്തുന്ന ആ ഒരു സ്ഥലത്താണ് നിന്നാൽ തന്നെ, അല്ലാതെ നമുക്ക് എന്തിൻ്റെങ്കിലും മേളിൽ കയറേണ്ട ആവശ്യമില്ല, എല്ലാം താഴെ തന്നെ ആയതുകൊണ്ട് അത് എങ്ങാനും നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കൈയിടുവാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ വാങ്ങി വെച്ചതാണ്. അപ്പോൾ ഇതൊരു 10 എണ്ണം ഉണ്ട്, 10 പീസാണ്. അടുത്ത പ്രോഡക്റ്റ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ക്ലോത്തൊക്കെ തുടയ്ക്കാനുള്ള ക്ലോത്തല്ല പാത്രങ്ങളൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണിയാണ്. കേട്ടോ 5 പീസിന് ജസ്റ്റ് $1 ഉള്ളൂ. അടുത്തത് ജാനുട്ടിക്ക് സോക്സ് ആണ്. ഇത് നമ്മളെ സെക്ഷനുള്ളതാണ്, നമുക്ക് ഈ ടബിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം കാലൊക്കെ ഉരയ്ക്കാം. അടുത്തത് നമ്മുടെ കൈ തുടയ്ക്കണ തുണിയാണ്. ഇത് കണ്ടോ, ടവൽ 3 എണ്ണം, നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ അടുത്തത് ബിബാണ്, ജാനുട്ടിക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഭക്ഷണം പകുതിയും വായിലോട്ടല്ല പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്. അപ്പം ഇതിനകത്ത് സ്റ്റോർ ആവും എന്നാണ് പറയണത്. എല്ലാം വായിൽ പോകാത്തത് മുഴുവൻ താഴെ ഇടുമ്പോൾ അതെല്ലാം ഇതിനകത്ത് സ്റ്റോർ ആവും. ഇത് അത്ര വെയിറ്റ് ഇല്ല കേട്ടോ, ഞാൻ ഓർത്തു ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടാവുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇത് സിലിക്കൻ്റെ ആണ്, അത്ര വെയിറ്റ് ഒന്നുമല്ല. പക്ഷേ ബോക്സ് കാലിയായിട്ടുണ്ട്. അപ്പോൾ അത്രയാണ് എന്തായാലും നമ്മുടെ ടീമു ഹോൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ എന്തായാലും ഞാൻ ലിങ്ക് ഒക്കെ താഴെ കൊടുക്കാം. അത്രയാണ് എന്തായാലും നമ്മുടെ ഹോൾ വീഡിയോ തീർന്നു. ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലേ വൈകുന്നേരത്തെ. ഇപ്പോൾ ഞാൻ ഇന്നിപ്പം പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, അതാകുമ്പോൾ ഈസി ആണല്ലോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ഇപ്പം തണുപ്പൊക്കെ മാറി, ഇപ്പം നമ്മൾ പഴയ പോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ പോലെ ഒരുപാടൊന്നും വെച്ചിട്ടില്ല. ഇത്തവണ അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പം ആവശ്യത്തിന് കിട്ടിയ വിത്തുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിപ്പം പാസ്ത ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോഴത്തേക്കും ജാനുട്ടിയൊക്കെ എണീറ്റു. അപ്പം കുറച്ച് നേരം ജാനുട്ടിനെ എടുത്തിട്ടാണ് പിന്നെ ഓരോന്നൊക്കെ ചെയ്യണത്. അപ്പോഴേക്കും പിന്നെ വിക്കിക്കൂട്ടം വന്നിട്ട് ജാനുട്ടിനെ കളിപ്പിക്കാമെന്ന് പറഞ്ഞപ്പം പിന്നെ വിക്കിൻ്റെ കയ്യിൽ കൊടുത്ത് ബാക്കിയുള്ളപ്പം പരിപാടി നോക്കുകയാണ്. പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇപ്പം ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സംഭവം വെച്ചിട്ട് തുറന്നതാണ്, നല്ല പെട്ടെന്ന് തന്നെ തുറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല എന്തായാലും. അപ്പം പാസ്ത ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾസൊക്കെ അരിയാണ്. ഞാനിപ്പം ബെൽ പെപ്പേഴ്സ് ഉള്ളതുകൊണ്ട് അത് മാത്രമേ ഇടണുള്ളൂ. വൈറ്റ് ക്രീം പാസ്ത ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അപ്പോഴത്തേക്കും പിന്നെ അത് മിക്കപ്പോഴും ഉണ്ടാക്കണതാണ്, വിക്കിക്ക് പിന്നെ അത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ നോർമൽ റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ പാസ്തയൊക്കെ നമ്മൾ അതിനകത്തിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പം വെജ് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവസാനം ഏട്ടൻ കഴിക്കുമ്പം കുറച്ച് ചിക്കൻ ഉണ്ട്, അപ്പം അതും ഇട്ടിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെജ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം, പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഇത് മാത്രം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 സംഭവങ്ങൾ ഇടുന്നത്. പിന്നെ വെളുത്തുള്ളിയും സവാളയും കൂടിയിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ സ്പ്രിംഗ് അനിയനും കൂടെ ഉണ്ട്, അപ്പോൾ അത് ഇടണുണ്ട് എന്തായാലും. അതിടണമെന്ന് അത്യാവശ്യമൊന്നുമില്ല, അപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് ഞാൻ അതും കൂടെ കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും, പുതിയ തണ്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച കൈ തുടയ്ക്കണ സംഭവം. പിന്നെ അടുത്തത് ഇതുപോലെ പാത്രത്തിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പാസ്തയോ അല്ലെങ്കിൽ എന്ത് സംഭവമാണെങ്കിലും ഇങ്ങനെ ഊറ്റിയെടുക്കാം നമുക്ക്. അതെന്തായാലും നന്നായിട്ടുണ്ട്. ഞാനോർത്ത് ഇനി ഊറ്റണ സമയത്ത് എല്ലാം താഴെ പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും പോകുന്നില്ല എന്തായാലും. പിന്നെ ഇപ്പോൾ നമ്മൾക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബട്ടറും കൂടെ ഇട്ടതിന് ശേഷം സവാളയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കൊക്കെ ഉണ്ടല്ലോ, ബെൽ പെപ്പേഴ്സ്, എല്ലാ സംഭവങ്ങളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ഞാനിതിപ്പം എൻ്റെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പല ഇൻഗ്രീഡിയൻസും ചിലപ്പോൾ ഉണ്ടാവില്ല.
അപ്പോൾ നമ്മളത് വെജിറ്റബിൾസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഇടുന്നേ ഉള്ളൂ, അത് ഇടേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ചീസ് ഒരു കഷ്ണം ഇടുന്നുണ്ട്, അത് നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അതും ഞാൻ കുറച്ച് ഇതിട്ട് കഴിയുമ്പോൾ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. തക്കാളിയുടെ സോസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ പാസ്ത സോസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത ഇടുക. അപ്പം പാസ്തയിലൊക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് ഇട്ടാൽ മതി, കാരണം അതിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടാവും, പിന്നെ നമ്മുടെ സോസിലും ഒക്കെ ഉപ്പുണ്ടാവും. അപ്പം അതിനനുസരിച്ചിട്ട് ഉപ്പെല്ലാം ചേർക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാസ്തയും സോസും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സ്പ്രിംഗ് അനിയൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇടുന്നുണ്ട്. ഇങ്ങനെ ആയിട്ട് കഴിയുമ്പം വിക്കിക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും, ചീസ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കേണ്ടത്, സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തു. ഗ്രേറ്റ് ചെയ്തതായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ചൂടിൽ തന്നെ ഇങ്ങനെ മെൽട്ടായിട്ട് ഉണ്ടാവും. അപ്പം ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു ലാസ്റ്റിലെ സ്റ്റെപ്പ് ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ജാനൂട്ടിനെ ഉറക്കിയതിന് ശേഷമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ അന്നത്തെ ദിവസം ജാനൂട്ടി നന്നായിട്ട് ഉറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഞാനും വിക്കിയും കഴിച്ചതിന് ശേഷം ഏട്ടൻ കഴിക്കാമെന്ന് പറഞ്ഞ് ജാനൂട്ടിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ മൂവിയൊക്കെ കണ്ട് കഴിക്കാമെന്നായിരുന്നു പ്ലാൻ ചെയ്ത് പാസ്തയൊക്കെ ഉണ്ടാക്കി. പക്ഷേ അതെന്തായാലും പറ്റിയില്ല. എന്തായാലും നല്ല അടിപൊളി പാസ്തയൊക്കെ ആയിരുന്നു. അപ്പം അത്രയൊക്കെയാണ് എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ, ഒരു ഡിന്നർ വ്ളോഗ്. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ നമ്മൾ ഡിന്നർ വ്ളോഗ് അല്ലെങ്കിൽ ഈവനിങ് വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ടീം പ്രൊഡക്ട്സൊക്കെ ലിങ്ക് കൊടുക്കാം, അത് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.